ഗൈസ് ഇതെന്നാന്നറിയാവോ ഗൈസ്? ഇതാണ് പോട്ടി. ആടിൻ്റെ പോട്ടി കിട്ടി നമുക്ക്. അപ്പം നമ്മൾ ഇന്ന് ഇത് നല്ല കറി വെച്ച് കഴിക്കാൻ പോവാം. കണ്ടാലോ? അപ്പോൾ ഗൈസ് നമ്മുടെ പോട്ടി ഞുറുക്കി കഴുകി വിനാഗിരി വെള്ളത്തിലും തൈരിലും ഒക്കെ കഴുകി ആദ്യം നമ്മൾ കൊണ്ടുവന്നപ്പോഴേ ചുണ്ണാമ്പ് വെള്ളം കലക്കി ചുണ്ണാമ്പ് വെള്ളത്തിൽ അതിൻ്റെ ഇതുണ്ടല്ലോ ഒരു കറുത്ത കളറായതിന് അതെല്ലാം ചിരണ്ടി മാറ്റി ഞുറുക്കി 5-6 പ്രാവശ്യം പച്ചവെള്ളത്തിൽ കഴുകി അത് കഴിഞ്ഞ് വിനാഗിരി വെള്ളത്തിൽ 2-3 പ്രാവശ്യം കഴുകി തൈരിലും കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികളും ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ഇട്ട് കരിയാപ്പിലയൊക്കെ ഇട്ട് നമുക്ക് വേവിക്കാൻ വെക്കാം. അപ്പോൾ ഗൈസ് നമുക്ക് ആദ്യം ആവശ്യത്തിനുള്ള ഉപ്പ്, പൊടികളായിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മീറ്റ് മസാല, കുരുമുളക് പൊടി നമുക്കിനി എണ്ണ മൂപ്പിച്ച് ഒന്നും കൂടെ ചേർക്കണം. അതുകൊണ്ട് അത് കുറച്ചേ ഇപ്പം ഇട്ടിട്ടുള്ളൂ. ഇതും പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്യാം. പിന്നെ നമുക്ക് കുറച്ച് കരിയാപ്പിലയും കൂടെ ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് വേവിക്കാൻ വെക്കാം. ഏറെ വെള്ളം വെച്ചിട്ടുണ്ട്, വെന്ത് വരണമല്ലോ. അപ്പം നമുക്ക് വേവിക്കാം. അടുപ്പയിലാണ് വേവിക്കാൻ വെക്കുന്നത്. സമയമെടുത്ത് വേകണം. അപ്പോൾ അടുപ്പയിൽ ഇരുന്ന് വേകട്ടെ. വിസിലടുപ്പിക്കുന്നില്ല, ചുമ്മാ മൂടി വെക്കുന്നുള്ളൂ. അപ്പം നന്നായിട്ട് വേകട്ടെ. അങ്ങനെ നമ്മൾ പൊടികളെല്ലാം മൂപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പോട്ടി വെന്ത വെള്ളം നമ്മൾ അത് ഇച്ചിരി ശകലം കൂടുതലുണ്ടായിരുന്നു. അത് നമ്മൾ അതിനകത്തോട്ട് ഒഴിച്ച് പറ്റിക്കുവാണ്. പറ്റിച്ച് കഴിയുമ്പം അത് ഒഴിച്ചൊഴിച്ച് കൊടുത്തു കഴിയുമ്പോൾ കുറച്ച് കറി മസാലയും കുരുമുളകും കൂടെ ചേർക്കണം. പിന്നെ ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കണം. ചേർത്ത് അത് കഴിഞ്ഞ് പോട്ടിയും കൂടെ കുടഞ്ഞിട്ട് കഴിയുമ്പോഴത്തേക്ക് നല്ലതായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള പോട്ടിക്കറി റെഡിയായിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിന് ചാറ് വേണ്ട പോലെ നമ്മളത് വറ്റിച്ചെടുത്താൽ മതി. നല്ല ഫ്രൈ ആയിട്ട് വേണമെങ്കിൽ നല്ലതായിട്ട് ഫ്രൈ ആയിട്ട്, ഇവിടെ ഇച്ചിരിയൊക്കെ ചാറ് വേണം. പിന്നെ കുറച്ച് ഉപ്പ് കുറവായതുകൊണ്ട് കുറച്ച് ഉപ്പും ചേർത്തിട്ടുണ്ട്. പിന്നെ ഇച്ചിരി കരിയാപ്പില ഒക്കെ ചെയ്ത് എടുത്ത് നമ്മൾ സൂപ്പറായിട്ട് പോട്ടിക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പം ഇത്തരം വീഡിയോ ഒക്കെ ഇഷ്ടമായെങ്കിൽ, എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇത്തരം വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. ബായ്.